ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞങ്ങളുടെ ആദ്യത്തെ വ്ളോഗാണ്. ആദ്യത്തെ വ്ളോഗൊന്നും അല്ല കേട്ടോ, ഇതൊരു വ്ളോഗറാണ്, ചെറിയ വ്ളോഗർ. ഒരു ചാനലൊക്കെ ഉണ്ടായിരുന്നില്ല. എന്താണ് ഇങ്ങനെ ആദ്യത്തെ വ്ളോഗ് ചാനലെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. മോക്കൊരു ചാനൽ ഉണ്ടായിരുന്നു കേട്ടോ. 2-3 വർഷം കൊണ്ടേ 4 വർഷമെങ്കിലായി കാണും ചാനൽ തുടങ്ങിയിട്ട്. പക്ഷെ ചാനൽ ഉയർച്ചയില്ലെന്നേ ഉള്ളു, താന്ന് കിടക്കുക. എത്ര സബ്സ്ക്രൈബർ ഉണ്ട്? 350. 4 വർഷമായി. അത് കാരണമല്ല കേട്ടോ, വീഡിയോസ് ഒന്നും ഇടില്ല. വർഷത്തിൽ 1-2 വീഡിയോസ് ഒക്കെ ഇടുന്നത്. അങ്ങനൊക്കെ ഇങ്ങനെ പോകുന്നു. അപ്പം ഇങ്ങനെ വിചാരിക്കുന്ന ഒരു വ്ളോഗ് ചാനൽ, ഫാമിലി വ്ളോഗ് ചാനൽ തുടങ്ങണം എന്നും പറഞ്ഞ്. പക്ഷെ പെട്ടെന്ന് അങ്ങ് തുടങ്ങിയത് വേറൊന്നും അല്ല കേട്ടോ, ഭയങ്കര വിഷമമായിപ്പോയി. എനിക്കൊരു ചാനലുണ്ടായിരുന്നു, ഒരു കുക്കിംഗ് ചാനൽ. പക്ഷെ അത് കുക്കിംഗ് ചാനൽ തുടങ്ങി ഞാൻ 1 വർഷമായിട്ടുള്ള കുക്കിംഗ് ചാനൽ തുടങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ എനിക്ക് 900-അടുത്ത് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയതായിരുന്നു. വെച്ചാൽ കൂടുതൽ 6 മാസത്തോളം അങ്ങോട്ട് വീഡിയോ ഇട്ടുള്ളൂ. പക്ഷെ പിന്നെ ഓണവും പ്രാക്ടീസും ഡാൻസിൻ്റെ അങ്ങനെയൊക്കെ പ്രശ്നം ആയപ്പോൾ സമയം കിട്ടാതെ വന്നപ്പോൾ അങ്ങനെങ്ങും പിന്നെ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇപ്പം ഞാൻ വീണ്ടും വീഡിയോസൊക്കെ ചെയ്ത് ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ ഉണ്ട്. അതിന് കൂടാതെ വേറൊരു ചാനൽ ഇവളെടുത്ത് വെച്ചിരുന്നു കേട്ടോ. അതൊന്ന് ഡിലീറ്റ് ചെയ്യാൻ നോക്കിയതാണ്. ഡിലീറ്റ് ചെയ്യാൻ നോക്കി അവസാനം ഡിലീറ്റ് ആയിപ്പോയത് എൻ്റെ കുക്കിംഗ് ചാനലായിപ്പോയി. ഭയങ്കര വിഷമമായിപ്പോയി സത്യം പറഞ്ഞാൽ. രാത്രി ഉറങ്ങിയിട്ടില്ല. ഇത്രയും ടെൻഷൻ എടുത്തല്ലേ ഞാൻ. ഇത്രയും 1 വർഷത്തിനുള്ളിൽ എനിക്ക് ഇത്രയും സബ്സ്ക്രൈബറും കിട്ടി. ഇങ്ങനെ നല്ലൊരു ചാനലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഞാൻ തന്നെ ചെയ്ത് കേട്ടോ. ഞാൻ തന്നെ ചെയ്ത് എന്തോ ഒന്ന് മാറിപ്പോയി. എൻ്റെ എന്താ പറയുക, ജിമെയിലോ അങ്ങനെ എന്തോ ഒന്ന് അടിച്ചത് മാറിപ്പോയി. എൻ്റെ കുക്കിംഗ് ചാനലിൻ്റെ എടുത്ത് അടിച്ചു പോയത്. അങ്ങനെ ഗൂഗിളിൽ നിന്ന് ഫുൾ അങ്ങ് ഡിലീറ്റ് ആയിപ്പോയി. അന്ന് എനിക്ക് ഉറക്കം പോലും പറ്റും. വെച്ചാൽ ഇത്രയ്ക്കും ഞാൻ ആലോചിച്ച് കിടക്കുക. ഞാൻ ഒരു ചെറിയൊരു മിസ്റ്റേക്കിൻ്റെ പുറത്ത് അങ്ങനെ ഫുള്ള് പോയല്ലോ. അന്നേരം വിചാരിച്ചു പെട്ടെന്നൊരു ചാനൽ തുടങ്ങണമെന്ന്. ആ ഒരു വിഷമത്തിന് ഈ ഒരു ചാനൽ ഇല്ലയോ. അങ്ങനെ ഞങ്ങൾ പുതിയൊരു വ്ളോഗ്, അങ്ങനെ ഞങ്ങളുടെ ഫാമിലി വ്ളോഗാണ് കേട്ടോ. അപ്പം ഫാമിലിയിൽ ഞങ്ങൾ ആരും ചെയ്തില്ല. അതല്ലേ, നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി എല്ലാവരുമായിട്ടായിരിക്കും. എന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പോൾ തുടങ്ങിയതുകൊണ്ട് എല്ലാവർക്കും ഒരു ചെറിയ നാണക്കേടൊക്കെ ഉണ്ട്. ഇവർക്ക് കണ്ടോ. പക്ഷെ അവളെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചെയ്യാൻ കുഴപ്പമില്ല. അവളെ സ്വന്തമായിട്ട് വ്ളോഗൊക്കെ ചെറുതായിട്ടൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്. നമ്മളിവിടെ ചെയ്യുമ്പോഴേ ഉള്ളു. ഞാൻ സൗണ്ട് കേൾക്കത്തില്ല, ഫാൻ ഓഫ് ചെയ്ത് ഭയങ്കര ചൂടെടുക്കുന്നു. വിയർത്തൊലിക്കുവാണ്, ഭയങ്കര ചൂടാണ് ഇവിടെ കേട്ടോ. അപ്പം ബുധനാഴ്ച എക്സാം തീർന്നേ, എങ്ങോട്ടും പുറത്തോട്ടൊന്നും പോകാതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം നമ്മൾ മുമ്പ് താമസിക്കുന്ന ഹൗസ് ഓണറുടെ വീട്ടിലോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോകാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പം വ്ളോഗിനെ പറ്റി എല്ലാം ഒന്ന് പറഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ്. പറ്റുവാണെങ്കിൽ അവിടത്തെയും ചെന്ന് എന്തെങ്കിലുമൊക്കെ വീഡിയോ പിടിച്ചിടാം. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ഈ ചാനൽ കാണുന്ന എല്ലാവരും അപ്പോൾ ചാനൽ കാണുന്ന എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. മുമ്പോട്ട് എങ്ങനെ പോകുന്നതെന്നും അറിയാൻ വയ്യ, എന്തുവാണെന്നും അറിയാൻ വയ്യ. സത്യം പറയാം, തുടർന്ന് അങ്ങ് പോവാ. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താലേ മുമ്പോട്ടുള്ള വീഡിയോസ് ഇടാൻ പറ്റത്തുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചെറിയ ചാനലിലേക്ക്. പിന്നെന്താ, അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. പോയിട്ട് അവിടുത്തെ എന്തെങ്കിലും പറ്റുവാണെങ്കിൽ അതും കൂടെ ഇതിനകത്ത് ചേർത്ത് നമുക്ക് വീഡിയോ ഇടാം. ഓക്കെ. ഒരു കാര്യം കാണിക്കാൻ പറഞ്ഞു. മുട്ടയിടുന്നു. അങ്ങനെ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. നമ്മൾ മുമ്പ് താമസിച്ചിരുന്ന വീടാട്ടോ. 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ആരും താമസിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു സ്നേഹവും എന്താ പറയുക സൗഹൃദവും ഒക്കെ ഇപ്പോഴും നമ്മുടെ സ്വന്തം വീട് പോലെ നമ്മളിപ്പോഴും കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അവരെപ്പോഴും വിളിക്കും. അങ്ങനെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ നമ്മളിങ്ങനെ വരാറുണ്ട്. ഇതിൻ്റെ മേളിൽ അവിടെ താമസിച്ചിരുന്നത്. ഹൗസ് ഉണ്ട് താഴെ, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടുത്തെ വീടുകളിൽ പ്രത്യേകിച്ച് തുളസിത്തറയാണ് കേട്ടോ. എല്ലാ ഹിന്ദുക്കളുടെ വീടുകളിലും തുളസിത്തറയാണ്. എന്നും വൈകിട്ട് അവിടെ വിളക്ക് കത്തിക്കുകയൊക്കെ ചെയ്യും. പിന്നെ അതെൻ്റെ പശുക്കളുണ്ട്. വല്ലയിടത്തും പശുക്കളൊക്കെയാണ് ഇങ്ങനെ അഴിച്ചങ്ങ് വിട്ടേക്കുക. രാവിലെ ഇങ്ങനെ അഴിച്ച് വിടും, വൈകിട്ട് വന്ന് പിടിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ അത് തനിയെ വീട്ടിൽ ചെല്ലും. അങ്ങനെയൊക്കെയാണ് ഇവിടെ. പിന്നെ ഇത്രയൊക്കെ ഉള്ളു ഇവിടുത്തെ കാര്യങ്ങൾ. നമ്മൾ വന്നിനി എന്നാലും വീട്ടിൽ പോകാട്ടോ. ഇന്നത്തെ വ്ലോഗ് ഇത്രയൊക്കെ ഉള്ളു. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ശരിയില്ല. കോളേജ്